ഇന്ന് സോണി ZV-1ൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ വീഡിയോ ചെയ്യാൻ പോവാണ്. ഇതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓരോ ഫീച്ചേഴ്സുമാണ് നമ്മളിന്ന് ട്രയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പം ഞാനുള്ളത് പനമ്പള്ളി നഗറിലാണ്. അപ്പോൾ ഓരോ ഫീച്ചേഴ്സും ഇങ്ങനെ ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറ്റി പിടിച്ചതാണ് ഏരിയ. അപ്പോൾ പനമ്പള്ളി നഗറിലാണ്. യെസ്, എൻ്റെ കൂടെ രോഹിത്തും കൂടെ ഉണ്ട്. ഹായ്. പേരെന്താ? പിങ്കു. പിങ്കു പിങ്കു. അങ്ങനെ നമ്മൾ നടന്ന് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു അടിപൊളി വീട് കണ്ടോ? ഇത് ആരുടെ വീടാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മളെ ആക്ടർ കുഞ്ചൻ സാറിൻ്റെ വീടാണ്. കണ്ടോ? അടിപൊളി വീടാണ്. നെസ്റ്റ് എന്നാണ് വീടിൻ്റെ പേര്. ആൻഡ് ഈ കാണുന്ന വീടാണ് നമ്മളെ മമ്മൂക്കയുടെ വീട്. പക്ഷെ ഇപ്പം മമ്മൂക്ക ഇവിടെയല്ല താമസിക്കുന്നത്, അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറി. പക്ഷെ പണ്ട് താമസിച്ചിരുന്ന വീട് ഇതായിരുന്നു. ഇതാണ് ഇടം ആർട്ട് കഫേ. അടിപൊളി പ്ലാൻസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. യെസ്, ഇപ്പോൾ ഡീഫോക്കസിങ് ഓൺ ആണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, എൻ്റെ ഫേസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലറായിട്ടുണ്ട്. അതാണ് ഈ ഡീഫോക്കസിങ് മോഡിൻ്റെ പ്രത്യേകത. ഇതിലും ഒരു പ്രത്യേകതയുണ്ട്, നമ്മളെ ക്യാമറയിൽ ഒരൊറ്റ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡീഫോക്കസിങ് ആയിക്കോളും. അതാണ് ഈ ഒരു ക്യാമറയുടെ ഒരു ഫീച്ചർ. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഷോക്കേസിംഗ് ആണ്. ഇത് വ്ളോഗേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇതെന്താ സംഭവം എന്നുള്ളത്, അതായത് പ്രൊഡക്റ്റ് ഷോക്കേസിംഗ്. വാവ് വാവ്, അടിപൊളി ഫീച്ചർ അല്ലേ ഇത്? ഇതാ അടിപൊളി ഫീച്ചറാണ്. അതായത് നമുക്ക് ഈ പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന വ്ളോഗേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പം ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലറായിട്ട് ആ പ്രൊഡക്റ്റിനെ മാത്രം ഇത് ഷോക്കേസ് ചെയ്ത് കാണിക്കും. അതാണ് ഈ പ്രൊഡക്റ്റ് ഷോക്കേസിംഗ് എന്ന് പറയുന്ന മോഡ്. ഒന്നുകൂടി കാണിച്ചു തരാം. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പ്രൊഡക്റ്റ് ഷോക്കേസിംഗ്. അടുത്ത ഫീച്ചറാണ് സ്റ്റെബിലൈസേഷൻ മോഡ്. ഇപ്പം ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്റ്റെബിലൈസേഷൻ മോഡ് ഓഫാണ്. അപ്പം നോർമലായിട്ട് ഞാനൊരു വാക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി സ്റ്റെബിലൈസേഷൻ ഓഫ് തന്നെയാണ്, പക്ഷെ ഞാൻ കുറച്ച് സ്പീഡിൽ നടക്കാൻ പോവാണ്. ഇത് സ്റ്റെബിലൈസേഷൻ മോഡിലെ സ്റ്റാൻഡേർഡ് മോഡാണ്. അപ്പോൾ ഞാൻ നോർമൽ വാക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് പറയണം സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്ത സമയത്തും ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡ് മോഡിൽ വെച്ച സമയത്തും വ്യത്യാസമുണ്ടോ എന്ന്. ഇതൊരു നോർമൽ വാക്കാണ്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ മോഡ് സ്റ്റാൻഡേർഡിലാക്കിക്കൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്പീഡിൽ നടക്കാൻ പോവാണ്. അപ്പോൾ എന്താ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ പറയാം. സ്പീഡ് സ്പീഡ് സ്പീഡ്, എനി സ്പീഡ് എനി സ്പീഡ് എനി സ്പീഡ് എനി സ്പീഡിൽ നടക്കും. ഓക്കെ, ഇത് സ്റ്റെബിലൈസേഷൻ മോഡിലുള്ള ആക്റ്റീവ് ആണ്. അപ്പോൾ ഞാൻ നോർമൽ വാക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി സ്റ്റെബിലൈസേഷൻ മോഡിൽ ആക്റ്റീവിൽ ഞാൻ കുറച്ച് സ്പീഡിൽ നടക്കാൻ പോവാണ്.
അപ്പോൾ ഇനി എന്താ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. സ്പീഡ് ഇനിയും സ്പീഡിൽ നടക്കാൻ പോവാണ്. വാ, സ്പീഡ്. ഇങ്ങനെ ഇത്രയും സ്പീഡിലൊന്നും ഞാൻ നടന്നിട്ടില്ല. അയ്യോ. ഓക്കെ, ഇപ്പം നമ്മൾ പരിചയപ്പെട്ടത് സ്റ്റെബിലൈസേഷൻ മോഡാണ്. സ്റ്റെബിലൈസേഷൻ മോഡിൽ സ്റ്റാൻഡേർഡ്, ആക്റ്റീവ്, പിന്നെ സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ 3 ടൈപ്പ് നമ്മൾ നോക്കി. അതിലേറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സോണി ZV-1ൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത് ആക്റ്റീവ് മോഡാണ്. അതായത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, സ്റ്റെബിലൈസേഷൻ വളരെ സ്മൂത്താണ്. പക്ഷേ ആക്റ്റീവ് മോഡിൻ്റെ ഒരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഇത് നമ്മളെ വീഡിയോ കുറച്ചൊന്ന് ക്രോപ്പായി പോകുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല. സ്റ്റെബിലൈസേഷൻ അടിപൊളിയാണ്, സ്മൂത്താണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ സോണി ZV-1ൻ്റെ ഡീഫോക്കസിങ്, സ്റ്റെബിലൈസേഷൻ, പിന്നെ പ്രൊഡക്റ്റ് ഷോക്കേസിങ്, ഈ 3 ഫീച്ചറാണ് പരിചയപ്പെട്ടത്. ഇനി സ്ലോ മോഷൻ തന്നെ ഉണ്ട്. സ്ലോ മോഷൻ 3 ടൈപ്പ് തന്നെ ഉണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് ഫീച്ചേഴ്സും കൂടി ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇനി വരുന്ന എപ്പിസോഡിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. വി ലവ് DQ. ഇപ്പോൾ DQ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഇത് മമ്മൂക്കയുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഏതോ ഒരു കട്ട ഫാൻ എഴുതി വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നടന്നിട്ടൊക്കെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങളുള്ളത് പനപ്പള്ളി നഗറിലുള്ള റോമൻ കത്തോലിക് ചർച്ചിലാണ്. ദാ ഇതാണ് പനമ്പള്ളി നഗറിലുള്ള ഫ്രഞ്ച് ടോസ്റ്റ്. ഇവിടെയാണ് ഒട്ടുമിക്ക സെലിബ്രിറ്റീസും വന്നിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്ന സ്ഥലം. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പനമ്പള്ളി നഗറിന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനിയുള്ള ഓരോ ഫീച്ചേഴ്സ് ഞാൻ ഇനിയുള്ള ഓരോ എപ്പിസോഡുകളിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഡീഫോക്കസിങ്, അതേപോലെ പ്രൊഡക്റ്റ് ഷോക്കേസിങ്, അതേപോലെ വേറെ ഒന്നും കൂടി പഠിച്ചില്ല, സ്റ്റെബിലൈസേഷൻ. ഇത് 3 പരിചയപ്പെട്ടു. ഇനിയും കുറേ ഉണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ കാറ് മൊത്തം ചളിയാ, വാഷ് ചെയ്യാനായിട്ടുണ്ട്. നീ വാഷ് ചെയ്ത് തരണം. മെട്രോ അടിപൊളി പാട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി എന്നൊക്കെ കണ്ടിട്ടാണ് എനിക്ക് എൻ്റെ ഫാമിലി ഈ സോണി ZV-1 ഒക്കെ വാങ്ങി തന്നത്. അപ്പം നിങ്ങളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇവർക്ക് എൻ്റെ അടുത്ത് ഒരു കോൺഫിഡൻസ് വന്നത്, അല്ലേ? താങ്ക് യു സോ മച്ച്.